കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത കാൽമുദ്ര പതിപ്പിക്കാൻ, ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ നെട്ടോട്ടത്തിലാണ് CPM. മൂന്നാമതും ഒരു തുടർഭരണത്തിനുള്ള ലക്ഷ്യവുമായി അവർ മുന്നോട്ടാണ്. പക്ഷേ അവരെ തിരിഞ്ഞുകൊത്തുന്നത് പുതിയ കാല പ്രവൃത്തികളും പഴയകാല പ്രവൃത്തികളും ഒരുപോലെ. ഇടതുപക്ഷത്തിന്റെ തുടർഭരണ സാധ്യതയെ ആദ്യമായി വെല്ലുവിളിക്കുന്നത് മറ്റൊന്നുമല്ല, ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അത് പാർട്ടിക്ക് നന്നായി അറിയാം. അത് മാറ്റുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് മാത്രം ഉള്ള കാര്യമല്ല. തുടർച്ചയായി ഒന്നിലധികം ടേമുകൾ ഭരിക്കാൻ കിട്ടുന്ന ഏത് പാർട്ടിയെയും ബാധിക്കുന്ന കാര്യമാണ് ഭരണവിരുദ്ധ വികാരം. അത് ഇപ്പോൾ ഇടതുപക്ഷത്തെ തങ്ങളുടെ ചെയ്തികൾ കൊണ്ട് അല്പം കൂടുതൽ ബാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഏത് പ്രദേശത്തിന്റെയും, ഏത് സംസ്ഥാനത്തിന്റെയും, ഏത് രാജ്യത്തിന്റെയും ഭരണം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ഭരണവിരുദ്ധ വികാരത്തിന്റെ വേരോട്ടം നമുക്ക് മനസ്സിലാകും. ഒന്നുകിൽ ജനാധിപത്യം അല്ലാതിരിക്കണം, അല്ലെങ്കിൽ ഏകാധിപത്യമായിരിക്കണം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരം ജനം പുറമേ കാണിക്കാതിരിക്കാൻ. ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെ ഏകാധിപതികൾ തകർന്നടിക്കിയ ചരിത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാർ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. മാത്രമല്ല, പരിണിതപ്രജ്ഞരായ മന്ത്രിമാരും കൂടെയുണ്ടായിരുന്നു. തോമസ് ഐസക്കും AK ബാലനും ശ്രീമതി ടീച്ചറും തുടങ്ങി പരിണിതപ്രജ്ഞരായ മന്ത്രിമാർ. വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥായിരുന്നു. മാത്രമല്ല, ആ സമയത്തുണ്ടായ കൊറോണയും അതിന് എതിരെയുള്ള പ്രവർത്തനങ്ങളും ഒപ്പം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കിറ്റുമൊക്കെ രണ്ടാം പിണറായി സർക്കാരിന് വലിയൊരു താങ്ങായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ എത്തിയപ്പോഴോ അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമായി എല്ലാ ഭരണരംഗവും. താഴേക്കിടയിലുള്ള ഭൂരിഭാഗം പ്രവർത്തകർ തൊട്ട് നേതാക്കന്മാർ വരെ ജനങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങി. അതിന്റെ ദോഷമാണ് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമായി പ്രതിഫലിച്ചിരിക്കുന്നത്. അതിനെ മറികടക്കുന്നതിനുള്ള വഴികൾ സർക്കാർ നോക്കുന്നുണ്ട്. തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തന്റെ അപ്രമാദിത്വത്തിന് കോട്ടം തട്ടാതിരിക്കാൻ പരിണിതപ്രജ്ഞരായ ഒരുപാട് നേതാക്കന്മാരെ കഴിഞ്ഞ പ്രാവശ്യം മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തോമസ് ഐസക്, ശ്രീമതി ടീച്ചർ, C രവീന്ദ്രനാഥ് തുടങ്ങി അനേകം പേർ. AK ബാലനും സുരേഷ് കുറുപ്പും EP ജയരാജനുമൊക്കെ അതിന്റെ ആ തലത്തിൽ തന്നെ വരുന്നുണ്ട്. എന്നാൽ തിരിച്ചടിക്ക് ഒരുങ്ങി നിൽക്കുകയാണ് G സുധാകരൻ. പാർട്ടിയുമായി പരസ്യമായി പോരടിച്ച് CPM-ന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തോടുകൂടി ഈ ഇലക്ഷന് തീർച്ചയായും തന്നെ മത്സരിപ്പിക്കും എന്ന് കരുതിയ G സുധാകരൻ ഇപ്പോൾ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങി നിൽക്കുക തന്നെയാണ്. പാർട്ടി പല രീതിയിലും അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു വിധത്തിലും അഡ്ജസ്റ്റ്മെന്റിന് സുധാകരൻ തയ്യാറാകുന്നില്ല. ഒത്തുതീർപ്പിന് സുധാകരൻ തയ്യാറാകുന്നില്ല. അനുനയിപ്പിക്കാൻ പലരും ശ്രമിച്ചു. പെരുമ്പളം പാലം ഉദ്ഘാടനത്തിനെത്തുമ്പോൾ മുഖ്യമന്ത്രി സുധാകരനുമായി സംസാരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ രാഷ്ട്രീയ ലോകം കാത്തുനിന്നു. G സുധാകരനും അത് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സുധാകരനെ വകവയ്ക്കാതെ, തിരിഞ്ഞു നോക്കാതെ മുഖ്യമന്ത്രി തിരിച്ചുപോയപ്പോൾ CPM നേതൃത്വവുമായുള്ള സുധാകരന്റെ അകൽച്ച കൂടുകയാണ് ചെയ്തത്. പെരുമ്പളം പാലം ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി സുധാകരനെ ഒന്ന് ഫോൺ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒന്ന് നേരിൽ കാണുന്നതിനോ ശ്രമിച്ചില്ല. വീണ് കാലിൽ പൊട്ടലുമായി ചികിത്സയിൽ കഴിയുന്ന സുധാകരൻ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഒരു വരവോ ഒരു കാളോ പ്രതീക്ഷിച്ചിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലേക്ക് G സുധാകരനെ ക്ഷണിച്ചിരുന്നതാണ്. എന്നാൽ കാലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായതിനാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു. ഇതിനിടയിലാണ് അകൽച്ചയുടെ ആക്കം കൂട്ടിക്കൊണ്ട് പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന്റെ പോസ്റ്റ് G സുധാകരൻ പിൻവലിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ അഡ്മിനാണ് പോസ്റ്റ് ഇട്ടതെന്നും തന്റെ അനുവാദം വാങ്ങാതെയാണ് അത് ചെയ്തതെന്നും അതുകൊണ്ടാണ് പിൻവലിച്ചതെന്നും സുധാകരൻ പിന്നാലെ അറിയിച്ചു. ഇതൊക്കെ പാർട്ടിയുമായുള്ള സുധാകരന്റെ അകൽച്ച കൂട്ടിയിരിക്കുകയാണ്. തന്റെ വഴിയിൽ തടസ്സമാകാൻ സാധ്യതയുള്ളവരെ മുഖ്യമന്ത്രി പലരെയും ഒഴിവാക്കിയപ്പോൾ സുധാകരൻ ഇവിടെ തിരിച്ചടിക്കാൻ തീരുമാനിക്കുക തന്നെയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും തന്റെ പാർട്ടി അംഗത്വം പുതുക്കാൻ ഇതുവരെ സുധാകരൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. സ്വതന്ത്രനായി G സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ അകൽച്ചയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് UDF സുധാകരന്
പിന്തുണ നൽകുന്നതിനുള്ള സാധ്യത ഏറെയാണ്. UDF സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പുമാണ്. ഇതൊക്കെ ഇടതുപക്ഷത്തിന് നൽകുന്ന തിരിച്ചടി ചില്ലറയല്ല. വിമത കൺവെൻഷനിൽ പങ്കെടുത്തതുകൊണ്ട് PK ശശിയെ പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. അതും പാർട്ടിക്കുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. ആകെ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ് CPM. സാധാരണ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടന്നിരുന്നത് കോൺഗ്രസിലാണ്. ഇലക്ഷൻ സമയം വരുമ്പോൾ സ്ഥാനാർത്ഥി മോഹികളുടെ കൂട്ടപ്പൊരിച്ചിൽ, പുറത്തുപോകൽ, തമ്മിൽ തല്ല്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് അതിൽ നിന്നെല്ലാം മുക്തമായിരിക്കുന്നു എന്നാണ് പുറമേ കിട്ടുന്ന സൂചനകൾ. അതേസമയം ഇതേവരെ ഇല്ലാതിരുന്ന വിധം CPM-ൽ അത്തരം പ്രവണതകൾ കൂടിയിരിക്കുകയാണ്. മൂന്നാം തുടർഭരണത്തിന് ശ്രമിക്കുന്ന CPM-ന് ഇതുണ്ടാക്കുന്ന ആഘാതം ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ്. ഇലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രം നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.